സിനിമ കാണുന്നവരാണെങ്കിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് പൊന്മാൻ എന്നാണ്. എമ്പുരാൻ ഇറങ്ങാൻ പോണതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു സിനിമ സജസ്റ്റ് ചെയ്യുകയാണ്. സിനിമ കാണുന്നവരാണോ നിങ്ങൾ? സിനിമ കാണുന്നവരാണെങ്കിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് പൊന്മാൻ എന്നാണ്. കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? 2-3 പേര് കണ്ടിട്ടുണ്ട്, 4 പേര് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു 5. റോജിൻ കണ്ട 6, അവിടെ കണ്ടത് പൊന്മാൻ 2 തവണ കണ്ട ഒരാൾ ഇരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഒന്നുകൂടെ കാണാൻ ആലോചിക്കുന്നുണ്ടിരിക്കുകയാണ്. പൊന്മാൻ കണ്ടിരിക്കേണ്ട സിനിമയാണ്. പല കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇന്നലെയും സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഒരു കുട്ടിയുടെ മരണം നമ്മൾ ടിവിയിലും പത്രത്തിലും വായിച്ചു. ഞാൻ സിനിമ കാണാനിരിക്കുന്നവരുടെ മുമ്പിൽ കഥ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. സ്വർണം, സ്ത്രീധനം, ബേസിൽ ജോസഫിന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗംഭീരമായ കഥാപാത്രം. അതുപോലെ തന്നെ ആവേശത്തിൽ വന്ന അമ്പാൻ. ഇതിനകത്ത് ബേസിലിന്റെ ഓപ്പോസിറ്റ് നിന്ന് മരിയാനോ നടി ലിജോമോൾ. അതുപോലെ തന്നെ ജയ്ഭീം കണ്ടവരുണ്ടോ? ജയ്ഭീം കണ്ടോ അല്ലേ? സൂര്യയുടെ ജയ്ഭീമിലെ ലിജോമോളുടെ അഭിനയം നമ്മൾ കണ്ടതാണ്. ആ ലിജോമോൾ ഇതിനകത്ത് സ്റ്റെഫി ഗ്രാഫ് എന്ന വേഷത്തിലാണ്. അപ്പോ അത് നിങ്ങളിപ്പോ BEd വിദ്യാർത്ഥികളായതുകൊണ്ട് ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി എഴുതിയ ഒരു സിനിമയാണിത്. ഞാൻ യഥാർത്ഥത്തിൽ 4-5 ചെറുപ്പക്കാർ ഒറ്റയിരിപ്പിൽ വായിച്ചു ചേർത്ത നോവലാണ്. വായിക്കാനെടുത്ത് പിന്നെ താഴെ വെച്ചില്ല. അത് തീർന്നിട്ടാണ് പുസ്തകം അടച്ചു വെച്ചത്. അത് വായിച്ചു തീർന്ന ഉടനെ ഞാൻ ഇന്ദുഗോപനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ദു ചേട്ടാ, ഇത് നിർബന്ധമായും സിനിമയാക്കണം എന്ന് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ചു. നോവൽ വായിച്ചു കഴിഞ്ഞ ഉടനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് സിനിമ കമ്മിറ്റഡ് ആണ് ഓൾറെഡി. അത് ജ്യോതിഷ് ശങ്കർ ഇത് സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ജ്യോതിഷ് ശങ്കർ കുമ്പളങ്ങി ലേക്സ് കണ്ടവരുണ്ടോ ഇവിടെ? കുമ്പളങ്ങി ലേക്സ് കാണാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ മതിയാണ് അല്ലേ? കുമ്പളങ്ങി നൈറ്റ്സ് മലയാളത്തിൽ എല്ലാ കാലത്തെയും ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ്. ആ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് പൊന്മാൻ. അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ആർട്ട് ഡയറക്ടറാണ് ജ്യോതിഷ് ശങ്കർ. മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന്റെ ആർട്ട് ഡയറക്ടറാണ്. കുഞ്ചാക്കോ ബോബന്റെ എന്നാത്താൻ കേസുകൊട് എന്ന സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യണം. അപ്പൊ എന്നോട് ഇന്ദുഗോപൻ പറഞ്ഞു, ജ്യോതിഷ് ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സിനിമയാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഈ സിനിമ കാണാൻ കാത്തിരുന്ന് റിലീസ് ചെയ്ത ദിവസം തന്നെ ഞാൻ പോയി. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് പിന്നെ നോവൽ വായിച്ചതാണെങ്കിൽ പോലും എന്നോട് അവർ പറഞ്ഞിരുന്നു, നോവൽ എല്ലാവരും വായിച്ചതായതുകൊണ്ട് നോവലിന് അപ്പുറത്ത് ചില സസ്പെൻസ് സിനിമയിലുണ്ടെങ്കിൽ മാത്രമേ പിന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോവലിനും അപ്പുറത്തെ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യ ദിവസം തന്നെ കണ്ടു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമ ഇഷ്ടമുള്ളവരാണെങ്കിൽ മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ് പൊന്മാൻ എന്നുള്ള കാര്യം കൂടി ശാന്തപ്രിയമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.